നമസ്കാരം. ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഒരു യുവതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാക്കളും ഇത്രയും പക്വതയോടുകൂടി, ഇത്രയും ലളിതമായിട്ട്, ഇത്രയും പ്രായോഗികമായിട്ട്, ഇത്രയും തന്മയത്വത്തോടു കൂടി ഒരു പബ്ലിക് ക്വസ്റ്റ്യന് മറുപടി കൊടുക്കുന്നത് ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആ യുവതിയുടെ ചോദ്യം ഇതായിരുന്നു: നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ രാഷ്ട്രീയത്തിൽ നിന്നും അകലുന്നു. അവർക്ക് രാഷ്ട്രീയം ഒരു ഇഷ്ട വിഷയമേ അല്ല. പൊളിറ്റിക്സിനെ അല്പം ദൂരത്താണ് അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ദൂരത്താണ് നിർത്തുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ചില കുട്ടികൾ വിചാരിക്കുന്നത് 45 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട എന്തോ ഒരു വിഷയമാണ് രാഷ്ട്രീയം എന്നതാണ്. നമ്മളൊന്നും ഇടപെടേണ്ട സംഭവമല്ല അത്. അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾക്ക് ഈ യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ വ്യൂവേഴ്സ് ആയിട്ട് വരുന്നില്ല. ഇപ്പം നമ്മുടെയൊക്കെ ചാനലിലെ വീഡിയോകളാണെങ്കിൽ എടുത്ത് നോക്കിയാൽ ഒരു 45 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ മാത്രമാണ് ചാനൽ കാണുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ആ ചോദ്യം അതായിരുന്നു: എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനെന്താണ് ഒരു പരിഹാരം? Conversation of politics, everybody is apolitical, especially the young generation. What are your thoughts about it? And ശ്രീ വി ഡി സതീശൻ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. അവരിങ്ങനെ ആകാൻ കാരണം ഞങ്ങൾ തന്നെയാണ്. പൊളിറ്റിക്സിൽ നിന്ന് അവരൊരു ഡിസ്റ്റൻഡ് ചെയ്യുന്നു. അത് ഞങ്ങളെല്ലാം ഉത്തരവാദികളാണ്. ഞങ്ങൾ എന്നാണ് പറഞ്ഞത്, ചിലർ എന്നുമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണം ജനാധിപത്യത്തിൽ, ഈ പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംവാദങ്ങൾ, ഡിബേറ്റുകൾ. പക്ഷെ ആ ഡിബേറ്റിൽ ഇപ്പോൾ നടക്കുന്ന മൂല്യച്യുതി, അതാണ് കുട്ടികൾക്ക് പൊളിറ്റിക്സിനോടുള്ള ഇൻട്രസ്റ്റ് ഒട്ടും ഇല്ലാതാകാനുള്ള കാരണം. ഞങ്ങൾ രാഷ്ട്രീയ പ്രശ്നം മൊത്തം ഡെയിലി ഞങ്ങൾ നടത്തുന്ന ഡിബേറ്റിൽ നിങ്ങൾക്കൊരു താല്പര്യമില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ അത് ഒട്ടും മൂല്യമുള്ളതല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് മനുഷ്യർക്കൊന്നും കിട്ടാനില്ല. ഇവർ വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്തൊക്കെയോ വായ്ത്താളം അടിക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യത്തിൽ ഡിബേറ്റ്, സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങളുടെ ഒരു സംഘട്ടനമാണ്, അല്ലെ? വളരെ വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് വാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തമ്മിൽ തല്ലി ജയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യവുമല്ല. അതാണ് ഡിബേറ്റ്. ആ ഡിബേറ്റ് നടത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് സമൂഹത്തിന് എന്തെങ്കിലും കിട്ടണം, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ പല വിഷയങ്ങളും രാഷ്ട്രീയത്തിൽ ഇവിടെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ തർക്കങ്ങൾ നടക്കുമ്പോൾ, നമുക്കൊരു പുച്ഛമാണ്, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള ഒരു വകയാണ്, അല്ലെങ്കിൽ നമുക്ക് പരിഹസിക്കാനുള്ള ഒരു വകയായിട്ട് അവരുടെ വാദപ്രതിവാദങ്ങൾ മാറുകയാണ്. ആ ഡിബേറ്റിൽ, ഡിസ്കോഴ്സിൽ ആ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ട്. താൻ പണ്ട് അണ്ടർവെയർ കാണിച്ച് ഡെസ്കിന്റെ മുകളിൽ കിടന്ന് ചാടിയവനല്ലേ എന്ന് പറയേണ്ടി വരുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുക്കുന്നത്, ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി മറുപടി കൊടുക്കുന്നത്, ഞാൻ തിരിച്ചു പറഞ്ഞാൽ നീ മൂത്രമൊഴിക്കുമെന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പൊളിറ്റിക്സിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ ഈ ലെവലിലുള്ളതാണ് എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നിങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങളുടെ കുഴപ്പമാണ്. ഞാനത് എഗ്രി ചെയ്യുന്നു. എനിക്കതിനകത്ത് വലിയ വിഷമവും കുറ്റബോധമുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് പക്വത ഉണ്ടാകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ചിന്തിക്കും, എന്തിനിതൊക്കെ കാണുന്നത്? ഇതൊക്കെ കണ്ടിട്ട് എന്ത് പ്രയോജനം? പൊളിറ്റിക്സ് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനം? നമ്മൾക്ക് ജോലി ചെയ്താൽ നമുക്ക് കഴിയാം എന്നുള്ള ചിന്തയിലേക്കൊക്കെ അവരെത്തുന്നത് ഇത്തരം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യമില്ലാത്ത വാദപ്രതിവാദങ്ങൾ കണ്ടുള്ള മടുപ്പിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം എന്താണ്? രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ബോധം വേണം. ഞാൻ എന്തു പറഞ്ഞാലും അത് കേൾക്കുന്ന ആളിന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയം എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഈ ആശയ സംഘട്ടത്തിനൊടുവിൽ എന്തെങ്കിലും ഗുണപരമായിട്ട് എൻ്റെ സമൂഹത്തിന് ഭവിക്കണം എന്നൊരു ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമായിരിക്കണം ഓരോ പൊളിറ്റീഷ്യനും വാതുറക്കുന്നത്. നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്നാണ്. That doesn't mean that you have to enroll into a political party. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് യുവതലമുറയ്ക്ക് വേണ്ടി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണമെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്നില്ല. തീർച്ചയായും അംഗമാകേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ ആകേണ്ടത്? ഒരു ഖദറിട്ടാണോ, അല്ലെങ്കിൽ ഒരു കൊടി പിടിച്ചാണോ, ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയാണോ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആദർശം പറഞ്ഞു പരത്തിയാണോ? ഒന്നുമല്ല. ഒരാൾ പൊളിറ്റിക്കൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് കൃത്യമായിട്ട് അദ്ദേഹം നിർവചിച്ചു. നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ആവാം. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ എല്ലാവരും പൊളിറ്റിക്കലാണെന്ന് ഞാൻ സമ്മതിക്കില്ല. യുവാക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, അവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ടോ, അവർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണം. അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ, ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കണം. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തുടങ്ങണം. അവിടെ നിങ്ങൾ പൊളിറ്റിക്കലാകാൻ തുടങ്ങുകയാണ്.
ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഡെമോക്രാറ്റിക് ആവും. നമ്മുടെ ഒരു ജനാധിപത്യ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കൽ ആവുകയാണ്. ദുർബലരായ മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവണം. അവന് നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. സ്ത്രീയോ പുരുഷനോ ആർക്കെങ്കിലും ഒരാൾക്കാണെങ്കിലും എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അവിടെ ഒരു സമത്വത്തിന് വേണ്ടി സംസാരിക്കണം. അതിനുവേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അവിടെ നിങ്ങൾ പൊളിറ്റിക്കൽ ആകുകയാണ്. ജെൻഡർ ജസ്റ്റിസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാദിക്കണം. ജനാധിപത്യം എന്ന ആ വലിയ ആശയത്തെ ഇന്ത്യ എന്ന വികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിർവചിക്കാൻ കഴിയണം, അതിനെ സമീപിക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കൽ ആകും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭൂമി, ഇവിടെ ഞാൻ ശ്വസിക്കുന്ന അതേ ഓക്സിജൻ ശ്വസിച്ച് എനിക്കൊപ്പം ജീവിക്കുന്ന ആളുകൾ, അവർ എൻ്റെ സഹജീവികളാണ്. അവരോട് എനിക്കൊരു സഹതാപം ഉണ്ടാകണം, ഒരു എമ്പതി അവരോടുണ്ടാകണം. അവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ എൻ്റെ കണ്ണുകളും നിറയണം. അവർക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നണം. എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ പണം വളരെ അത്യാവശ്യമായി കണ്ട് ഒരാൾ ദുഃഖിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു നോട്ടെടുത്ത് നീട്ടാനുള്ള ഒരു വികാരം അത് എൻ്റെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ പൊളിറ്റിക്കൽ ആകുകയാണ്. എത്ര പക്വതയോടുകൂടിയുള്ള ഒരു മറുപടിയാണ്. യുവാക്കൾക്ക് എന്താണ് പൊളിറ്റിക്സ് എന്നതിനെ പറ്റി ഒരു ധാരണയുമില്ല. ഈ പറഞ്ഞതുപോലെ ഖദറിട്ടും കൊടി പിടിച്ചും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം നേടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ വിചാരിക്കുകയാണ് കുട്ടികൾ. അതല്ല, ഒരാൾ പൊളിറ്റിക്കൽ ആകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടിയാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങളൊരു വലിയ ഡോക്ടറായി, ഭയങ്കര സ്പെഷ്യലിസ്റ്റ്, പക്ഷേ മനുഷ്യ പറ്റില്ല, തീർന്നില്ലേ? ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥയോട്, നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ അന്തരീക്ഷത്തോട്, നമ്മൾ ജീവിക്കുന്ന ഭൂമിയോട്, നമ്മുടെ ഭൂമിയിൽ നമ്മളെപ്പോലെ ഈ ഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷി മൃഗാദികളോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹം, കരുണ അതെങ്ങനെയായിരിക്കണം, അത് കൃത്യമായിട്ടാകുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ആകുകയാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഞങ്ങളുടെ ജനറേഷനൊക്കെ ഉപയോഗിച്ചിരുന്ന മാൻ കൈൻഡ് ആണ്, ഹ്യൂമൻ കൈൻഡ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സത്യത്തിൽ ഇങ്ങനെയാണ് ഓരോ പൊളിറ്റീഷ്യനും പൊതുവേദികളിൽ സംസാരിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം, ആ വിഷയവുമായി ആ വേദിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഭവങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയോ പകപോക്കലുകൾക്ക് വേണ്ടിയോ എഴുതി വായിക്കുന്നവരായിരിക്കരുത് പൊളിറ്റീഷ്യൻസ്. ഹൃദയത്തിൽ അത് നമുക്ക് സൂക്ഷിക്കണം. എമ്പതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത്രയും ക്വാളിറ്റിയുള്ള സംസാരങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതേയില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് പോകെ പോകെ നമ്മുടെ കുട്ടികൾക്ക് രാഷ്ട്രീയത്തിനോടും രാഷ്ട്രീയക്കാരോടുമൊക്കെ പുച്ഛവും ബഹുമാനമില്ലായ്മയും അല്ലെങ്കിൽ ഒരു നീരസവും ഒക്കെ ഉണ്ടാകുന്നത് തന്നെ. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പെൻഷനായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് കുട്ടികൾ വിചാരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ ഈ നിലവാരമില്ലാത്ത രാഷ്ട്രീയക്കാർ തന്നെയാണ്. പിന്നെ എത്ര പ്രകോപനപരമായ സാഹചര്യങ്ങളിലാണെങ്കിലും നിലവാരം കൈവിടാതെ സംസാരിക്കുക എന്നുള്ളതും പൊളിറ്റീഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ പബ്ലിക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധം വേണം. അവരെ മാതൃകയാക്കേണ്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ തങ്ങൾക്ക് വേണ്ടി മഹത്തായ സേവനങ്ങൾ കാഴ്ചവെക്കും, നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വോട്ട് തന്ന ആളുകൾ നമ്മളോട് കാണിക്കുന്ന ബഹുമാനം, നമ്മളിൽ അർപ്പിച്ച പ്രതീക്ഷ കൈവിടാതിരിക്കണം. അതിൻ്റെ ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് ഓരോ രാഷ്ട്രീയക്കാരും ചിന്തിക്കണം. അവരുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും നാടിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലൂടെയുമായിരിക്കണം അവർ നാട്ടുകാരുടെ കണ്ണിലുണ്ണികളാകേണ്ടത്. അല്ലാതെ PR വർക്കുകളിലൂടെ ആകരുത്. ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വേണം ഇനി രാഷ്ട്രീയക്കാരെയോ മന്ത്രിമാരെയോ ഒക്കെ അഭിസംബോധന ചെയ്യാൻ എന്ന ഒരു സർക്കുലറൊക്കെ ഇറങ്ങിയത് കണ്ടു. എത്ര പരിതാപകരമാണ് ആ ഒരു അവസ്ഥയൊക്കെ, അല്ലേ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് ഇംഗ്ലീഷുകാർ പറയില്ലേ? ബഹുമാനം കൊടുത്തേ ബഹുമാനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. പൊതുജനങ്ങളെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും മുണ്ടഴിച്ചിട്ട് ബഹുമാനിക്കണം എന്നല്ല പറയുന്നത്. പൊതുജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെ, അവരോട് ഇടപെടുന്നത് എങ്ങനെ, അവരുടെ പരാതികൾ സ്വീകരിക്കുന്നത് എങ്ങനെ, അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെ, ആ പരിഹാരം ഉണ്ടാക്കുന്നതിലെ കൃത്യത, സ്പീഡ്, അതൊക്കെ അവർക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് കാണിക്കുന്നത്. ജനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ് നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആ മനസ്സിലാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു പ്രതികരിക്കും. അപ്പോഴാണ് ചിലപ്പോൾ കുത്തിയ ആൾക്ക് തന്നെ വോട്ട് കുത്തും, ചിലപ്പോൾ മാറിക്കുത്തും. ഒരിക്കലും മാറാതിരുന്ന രാഷ്ട്രീയ ആദർശമൊക്കെ പെട്ടെന്നൊരു ദിവസം അവർക്ക് മാറ്റേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ അവരോടുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന ബഹുമാനമില്ലായ്മ അതവർക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഏതായാലും ശ്രീ VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ഇനിയും ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തി മാതൃകാപരമായിട്ട് എന്തെങ്കിലും നല്ലൊരു പ്രവൃത്തി ചെയ്താൽ രാഷ്ട്രീയം മാറ്റിവെച്ച് അതിനെ കാണാനും വിലയിരുത്താനുമുള്ള ഒരു പക്വത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം.
നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും യുവതലമുറയോട് പറയാനുള്ളത്. നിങ്ങൾ ഒരു പാർട്ടിയിലും അംഗമൊന്നും ആകണ്ട, അല്ലാതെ തന്നെ നമുക്ക് പൊളിറ്റിക്കലാകാൻ പറ്റും. നിങ്ങളുടെ കണ്ണിൽ കാണുന്ന അനീതികളോട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിയമത്തെ ഒരിക്കലും കയ്യിലെടുക്കാതെ വേണ്ട വിധത്തിൽ അത് പരിഹരിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലായി എന്ന് തന്നെയാണ് അതിനർത്ഥം. പൊളിറ്റിക്കലാകാതെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളും ഒരു മനുഷ്യനായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാനാകില്ല. കുട്ടികളെ, അതുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഒരാൾ പൊളിറ്റിക്കലാകുക എന്ന് പറയുന്നത് നമ്മൾക്ക് വായുവും വെള്ളവും പാർപ്പിടവും ഒക്കെ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെ അത്യാവശ്യമാണ്. അതിൻ്റെ ഗൗരവം എത്രത്തോളമാണ്, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, നമ്മളെല്ലാം അതിൽ ഉൾപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ, അതൊരാരംഭമാകട്ടെ എന്ന് ആശംസിക്കുന്നു.